തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏറ്റതോടെ അടിമുടി മാറ്റത്തിനൊരുങ്ങിയാണ് സി പി എം. സി പി എമ്മിലെ നിലവിലെ എം എൽ എമാരോട് അവരുടെ മണ്ഡലത്തിലെ ക്ഷേമപ്രവർത്തനങ്ങൾ, ആ മണ്ഡലത്തിലെ ക്ഷേമപ്രവർത്തനങ്ങളുടെ പോരായ്മകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലുപരി പുതുമുഖ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിക്കുന്നു സി പി എം. 10 കിടിലം പുതുമുഖ സ്ഥാനാർത്ഥികളെയാണ് 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവതരിപ്പിക്കുന്നത്. ഇവർ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്, എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യവും. എന്തായാലും ആ 10 പുതുമുഖ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് ടി ഗീനാകുമാരി, പണ്ടത്തെ SFI നേതാവും ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ടി ഗീനാകുമാരി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകും. വാമനപുരം മണ്ഡലത്തിൽ നിന്നാകും ടി ഗീനാകുമാരി മത്സരിക്കുക. ഗീനാകുമാരിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുമ്പ് തന്നെ പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ ടി ഗീനാകുമാരി മത്സരിക്കും. പഴയ SFI നേതാവും ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ N സുകന്യയാണ് മറ്റൊരു പുതുമുഖം. തളിപ്പറമ്പിലോ അഴീക്കോടോ നിന്നായിരിക്കും സുകന്യ മത്സരിക്കുക. മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ S ജയമോഹനാണ് മറ്റൊരു പുതുമുഖം. കൊല്ലത്ത് നിന്നോ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ S ജയമോഹൻ മത്സരിക്കും എന്നത് ഉറപ്പായി. മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമാണ് മറ്റൊരു പുതുമുഖം. കുണ്ടറ മണ്ഡലത്തിൽ നിന്നാകും ചിന്ത ജെറോം മത്സരിക്കുക. കുണ്ടറ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. CR രഘുനാഥൻ, കോട്ടയത്തെ പ്രമുഖനായ CPM നേതാവാണ് CR രഘുനാഥൻ. മുൻ DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. കോട്ടയത്തെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിർത്തുമെന്ന് ഉറപ്പാണ്. KJ ഷൈൻ ടീച്ചർ, പറവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 3 തവണ കൗൺസിലറായിട്ടുണ്ട് KJ ഷൈൻ ടീച്ചർ. പറവൂർ CPIയുടെ സീറ്റായതിനാൽ എറണാകുളത്തെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഷൈൻ ടീച്ചർ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. VK സനോജാണ് മറ്റൊരു താരം. DYFI 2021 DYFI സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സനോജിന് കണ്ണൂർ മണ്ഡലമാണ് CPM നൽകുക. കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് വിജയിക്കുന്ന കണ്ണൂർ മണ്ഡലം, അവിടെയാണ് VK സനോജ് മത്സരിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതൽ. PS സജീവാണ് മറ്റൊരു പുതുമുഖം. SFI സംസ്ഥാന സെക്രട്ടറിയാണ് PS സഞ്ജീവ്. അദ്ദേഹവും കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ്. PS സഞ്ജീവും ഇത്തവണ മത്സര രംഗത്ത് കാണും. M ശിവപ്രസാദാണ് മറ്റൊരു പുതുമുഖം. SFI സംസ്ഥാന പ്രസിഡന്റാണ് M ശിവപ്രസാദ്. ആലപ്പുഴയിൽ കായംകുളത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ അദ്ദേഹം മത്സരിക്കും. ഇനിയാണ് കിടിലം സ്ഥാനാർത്ഥിയുടെ മറ്റൊരു മുഖം പുറത്തു വരുന്നത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. രാജ്യസഭ MP എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹം കണ്ണൂരിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഇവരെ കൂടാതെ SFI സംസ്ഥാന പ്രസിഡന്റും കൊല്ലം സ്വദേശിയുമായ ആദർശ് M സജി, DYFI മുൻ സംസ്ഥാന പ്രസിഡന്റായ B വസീഫ് എന്നിവരുടെ പേരും പുതുമുഖ പട്ടികയിലുണ്ട്. എന്തായാലും പുതുമുഖങ്ങളെ ഇറക്കി കളം നിറയാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡു ഓർ ഡൈ എന്ന സന്ദേശമാണ് പിണറായി വിജയൻ നിലവിലെ MLAമാർക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇറങ്ങണമെന്ന നിർദ്ദേശവും വെച്ചു കഴിഞ്ഞു പാർട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ ഡു ഓർ ഡൈ എന്ന സിദ്ധാന്തം പുറത്തിറക്കിയിരിക്കുന്നു പിണറായി വിജയൻ. ഈ 10 പുതുമുഖങ്ങൾ മത്സരരംഗത്ത് തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കും എന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് കണക്കുകളുടെ കളിക്ക് കാര്യമില്ലെന്ന്, കണക്കുകൾ വെച്ച് കളിച്ചുകൊണ്ടിരുന്നാൽ സമയം പോകുമെന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. കണക്കുകൾ നിരത്തി തങ്ങൾക്ക് വലിയ തിരിച്ചടി പറ്റിയിട്ടില്ല എന്ന്
CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ അതൊന്നുമല്ല. പുതുമുഖങ്ങളെ ഇറക്കി പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകി ഒരു തലമുറ കൈമാറ്റം ഇനി അനിവാര്യമാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു.